നമ്മൾ വരുന്ന രാഷ്ട്രീയ ഇതുവരെയുള്ള നമ്മൾ കാണുന്ന എങ്ങനെ നോക്കാം എന്നാണ്. ഇത് നോക്കുകയല്ല, തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് രാവിലെ മുതൽ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ സേവനത്തിൻ്റെ ആവശ്യമില്ല. ഇവരെല്ലാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇവർ 20 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂർ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് പറയുന്നത് ചെയ്യാൻ 1 മണിക്കൂർ മതി. ഒരൊറ്റ മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ മത്സരത്തിൻ്റെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയാണ് ശ്രീ ഡോക്ടർ പ്രതാപൻ. രാഷ്ട്രീയത്തിൽ വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ബിന്ദു കൃഷ്ണയും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ജയമോഹനും മത്സരിക്കുന്ന ആ മത്സര രംഗത്ത് എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ശ്രീ ഡോക്ടർ പ്രതാപൻ. അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയയിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം വിദഗ്ധനാണ്. അതേപോലെ ആ വിദഗ്ധമായ കഴിവ് വെച്ച് അദ്ദേഹം ഒരു സംരംഭം തന്നെ തുടങ്ങിയിട്ടുണ്ട്. മെഡിട്രീന എന്ന് പറയുന്ന ഒരു ആശുപത്രി സംരംഭം. ആ സംരംഭത്തിൽ കുറച്ച് തൊഴിലാളികൾ ഉണ്ട്. അത്തരത്തിൽ വ്യവസായിക മേഖലയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു നിയമസഭാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും എങ്ങനെയാണ് ഈ സാഹചര്യത്തിലെത്തിയതും എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളും എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സാർ. എന്തുണ്ട് ഈ ഔദ്യോഗിക മേഖലയിൽ നിന്നും തിരക്ക് പിടിച്ച് വളരെ വലിയൊരു സേവനം ചെയ്യുന്ന ഒരു മേഖലയാണ് ആശുപത്രി മേഖല. ഒരു മനുഷ്യൻ്റെ ഹൃദയം, നമ്മളിപ്പം രാഷ്ട്രീയക്കാരും മറ്റുള്ളവർ ഹൃദയം കവർന്നവർ എന്നാണ് പറയുന്നത്. സാറാണ് യഥാർത്ഥത്തിൽ ഹൃദയം കവർന്ന ഒരു വ്യക്തി. ഈ ഹൃദയം നമ്മൾ ശസ്ത്രക്രിയാപരമായിട്ട് ഹൃദയം കവരുമെങ്കിൽ ഈ മനുഷ്യ മനസ്സുകളുടെ ഹൃദയം ഈ ഇലക്ഷനിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കഴിയുമോ? ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്തിനാണ് മത്സരിക്കുന്നതെന്ന് വെച്ചാൽ ആ നാടിന് നന്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക് സാധനം അല്ലേ. നമ്മൾ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൊല്ലം എന്ന നഗരം ശോചനീയമായ അവസ്ഥയിലാണ്. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എന്ത് നേട്ടമുണ്ടാക്കിയെന്ന് കണ്ടാൽ കൊല്ലം നഗരം കേരളത്തിലെ തന്നെ നമ്മളിപ്പോൾ കോർപ്പറേഷൻ അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്നൊരവസ്ഥയിൽ കൊല്ലമായോ എന്ന് സംശയമാണ്. കോർപ്പറേഷൻ അവസ്ഥയിൽ നോക്കിയാൽ നമ്മൾ 5 കോർപ്പറേഷനിലൊന്നാണെങ്കിലും ഇന്നും കൊല്ലം നഗരമെന്ന് പറയുന്ന അവസ്ഥയിലെത്തില്ല. ഒരു മുനിസിപ്പാലിറ്റി ലെവലിൽ പോലും കൊല്ലം എത്തിയിട്ടില്ല. അപ്പോൾ കൊല്ലത്തിന് ഉയർച്ച ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിലും കൊല്ലത്തിൻ്റെ മനസ്സറിയാവുന്ന ഒരാളാണ്. ഞാൻ പഠിച്ചു വളർന്നത് നമ്മൾ മങ്ങാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നാണ്. ഞാൻ ബേസിക് എൻ്റെ തുടക്കം, അതായത് എൻ്റെ പഠിത്തം തന്നെ തുടങ്ങിയത് പ്രൈമറി വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം ഇവിടെയാണ്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ഫാത്തിമ കോളേജിൽ പഠിച്ചതാണ്. കൊല്ലം വളരെ വ്യക്തമായി എനിക്കറിയാവുന്ന സ്ഥലമാണ്. ഇതുപോലെ നമ്മളെ നാട് നന്നായേ പറ്റൂ. നന്നാവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വികസന ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടായേ പറ്റൂ. ഇവർക്ക് വികസനമല്ല, ഇത് രാഷ്ട്രീയം ഒരു തൊഴിലായി കണക്കാക്കുന്നവരുടെ മുന്നിൽ രാഷ്ട്രീയം ഒരു തൊഴിലല്ല, സാമൂഹ്യ സേവനമാണ് എന്ന് കാണിക്കുക എന്നുള്ളതാണ്. എനിക്ക് പ്രത്യേകം തൊഴിലുണ്ട്. ആ തൊഴിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ആ തൊഴിലിൻ്റെ കൂടെ എന്ത് സേവനം ചെയ്യാം, അങ്ങനെയും നാടിനെ സേവിക്കാം എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാകണം കൊല്ലത്തെ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി. സ്വന്തമായിട്ട് ഇത്രയും തിരക്കുകൾ ജനങ്ങൾ നമ്മളെ സമീപിക്കുന്നത് സേവനം ചെയ്യാൻ ആശുപത്രിയിൽ പല അസുഖങ്ങളുമായിട്ട് വരുന്നു. താങ്കളുടെ OPയിൽ ഒരു സാധാരണ മനുഷ്യൻ വരുമ്പോൾ, അസുഖമായിട്ട് വരുമ്പോൾ താങ്കളുടെ ആ OP ആ ഡോക്ടർ ആ മുറിയിൽ കയറുമ്പോൾ അസുഖം വരുന്നവരുടെ ഏതാണ്ട് പകുതി അസുഖം താങ്കളുടെ സാമീപ്യത്തിൽ മാറുന്നതായിട്ട് പല അറിവുകളും പല ജനങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് താങ്കൾ നടന്നു പോകുന്ന ഭാഗത്ത് ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് ആ സമാധാനം കിട്ടത്തില്ല. അവർ അന്നേരം ആ പറയുന്ന കാര്യത്തിന് അനുചിതനായ ആരാണോ അവരോട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതേ കണക്ക് നമ്മുടെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിരവധി കാര്യങ്ങളുമായിട്ടാണ് ജനങ്ങൾ എത്തുന്നത്. ഇവരെയൊക്കെ ഇതേ കണക്ക് നമുക്ക് അവരെ സന്തോഷകരമാക്കി അവർക്ക് പരിഹാരം കാണാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ? ഉറപ്പല്ലേ. നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ആശുപത്രി വരുന്ന രോഗിയേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവവും ഭൂമിയിൽ ഉണ്ടാകാനില്ല. ബാക്കിയെല്ലാം നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ കൃത്യമായ സൊല്യൂഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എത്താത്തത് കൊണ്ട് നമ്മൾ വരുന്ന രാഷ്ട്രീയ ഇതുവരെയുള്ള നമ്മൾ കാണുന്ന എങ്ങനെ നോക്കാം എന്നാണ്. ഇത് നോക്കുകയല്ല, തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് രാവിലെ മുതൽ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ സേവനത്തിൻ്റെ ആവശ്യമില്ല. ഇവരെല്ലാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇവർ 20 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂർ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് പറയുന്നത് ചെയ്യാൻ 1 മണിക്കൂർ മതി. ഒരൊറ്റ മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. വ്യക്തമായ ധാരണയോടെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ഒരൊറ്റ മണിക്കൂർ മതി, അതിൽ കൂടുതൽ വേണ്ട. മാഡം സ്വകാര്യ ജീവിതത്തിൽ ഒരു ബിസിനസ് സംരംഭമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഇത്തരത്തിൽ പൊതുമേഖലയിൽ എത്തുമ്പോൾ സാറിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം പൊതുജനങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ സ്വന്തമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ വരുന്നത് അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യാൻ പോകുന്നത്? ഞാൻ ആക്ച്വലി മെഡിക്കൽ കോളേജിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് സാറ് ഈ മെഡിട്രീന ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. അന്ന് മുതൽ ഈ കൊല്ലത്ത് തുടങ്ങുമ്പോൾ ആയിട്ട് ഗ്രൂപ്പിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ ഇത്രയും പരിപാടികൾ ചെയ്യുകയും ഈ 11ഓളം ബ്രാഞ്ചുകൾ മാനേജ് ചെയ്യുന്ന സമയത്തും ഞാൻ സേവാഭാരതിയിൽ ഇവിടുത്തെ കൊല്ലം നഗറിൻ്റെ പ്രസിഡൻ്റാണ്, ജില്ലയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രതാപ് സാറിൻ്റെ അനുവാദത്തോടു കൂടിയും പിന്നെ സാറിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള ഒരു രീതിയിൽ കൊല്ലം നഗരത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം ചെയ്യുന്നുണ്ട്, ബഡ് സ്കൂളിൽ ഡയപ്പർ വിതരണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്കൂളുകളിൽ ബുക്കും കുടയും വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒട്ടനവധി പദ്ധതികൾ. ഇവിടെ നമ്മുടെ ഉളിയക്കോവിൽ തന്നെ വീട് വെച്ച് കൊടുത്തത് ഇപ്പം കഴിഞ്ഞ കൊല്ലം ചെയ്ത കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്തും സാറിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. സാറില്ലെങ്കിലും സാറ് കാർഡിയോളജിയിൽ തന്നെ ഇത്രയും തിരക്കുള്ള സമയത്ത് സാർ ഒരുപാട് കോൺഫറൻസുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഈ കുട്ടികളുടെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും ഹോസ്പിറ്റലിലെ കാര്യങ്ങളായാലും ഇതിനിടയിൽ കൂടെ സേവാഭാരതിയുടെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് ഒരു വ്യക്തിയെക്കൊണ്ട് ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഒരു സപ്പോർട്ട് മതി നമുക്ക്. അപ്പോൾ അതായത് നമ്മുടെ നാട്ടുകാർക്ക് വികസനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല നേതാവ്, ആ നേതാവിൻ്റെ താഴെയുള്ള ഒരു കുറേ പറ്റം ആൾക്കാർ നിർദ്ദേശങ്ങൾ കൊടുത്താൽ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ലീഡറാണ് സാറ്. അപ്പോൾ അതുപോലെ ഒരു കഴിവ് എനിക്കും കണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മുടെ ജയിച്ചു വന്നാൽ ഇവിടെ അതുപോലൊരു ടീം ഉണ്ടാക്കി ഒരുപാട് വികസനം ചെയ്യാൻ പറ്റും. അപ്പോൾ സാറിൻ്റെ പ്രസൻസ് വേണമെന്നില്ല, ആ സപ്പോർട്ടും നിർദ്ദേശങ്ങളും മതി നമ്മുടെ സ്ഥാപനങ്ങൾ നന്നാക്കാൻ, അതുപോലെ നാടിനെ നന്നാക്കാൻ സാധിക്കും. നമ്മൾ നാട്ടിൽ കേരളത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അവർ കാണും. മറ്റുള്ള പ്രൊഫഷൻ, എഞ്ചിനീയർ ആവട്ടെ, ഡോക്ടർ ആവട്ടെ, അതേപോലെ വക്കീലാവട്ടെ, ആരായാലും അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി അവർ പ്രൊഫഷൻ കണ്ടെത്തുകയും അവരുടെ ജീവിതം കണ്ടെത്തുകയും അതിൽ അവർ തെളിയിക്കുമ്പോഴും അവർ മാനസികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ അല്ലെങ്കിൽ നാടിൻ്റെ വ്യവസ്ഥകൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലരെയും കാണുന്നു. അതിനൊരു മാറ്റം വരുത്താൻ എന്ത് ചെയ്യണം? അതിന് നിർദ്ദേശം കൊടുക്കാതെ അതിന് ഇറങ്ങിത്തിരിച്ച് അവിടെ ഒരു ജനപ്രതിനിധിയായി ഒരു MLA ആയിട്ട് ഈ 24 മണിക്കൂറും ജനസേവനം 24 മണിക്കൂറും ആവശ്യമുണ്ടെങ്കിലും അതിൽ 1-2 മണിക്കൂർ മതി ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളും ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ചെയ്യാമെന്നുള്ള വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി, വളരെ നല്ല കാഴ്ചപ്പാടോടുകൂടി, വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി ശ്രീ ഡോക്ടർ പ്രതാപൻ മനുഷ്യ ഹൃദയങ്ങൾ കീഴടക്കിയതുപോലെ ജനഹൃദയങ്ങൾ കീഴടക്കാനാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹം സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് ഒറ്റയ്ക്ക്. അദ്ദേഹത്തിൻ്റെ കൂടെ NDA എന്ന് പറഞ്ഞ സംവിധാനങ്ങളും ജനങ്ങളും പ്രവർത്തകരും കൂടെയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഞാൻ കാര്യം പറയാനുള്ളത്, നമ്മൾ മോദിജിയുടെ വികസന പദ്ധതി പലപ്പോഴും മറ്റുള്ളവർ എൻകാഷ് ചെയ്ത് അവരുടേതായിട്ട് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ജനങ്ങളിൽ എത്തേണ്ട വികസനങ്ങൾ നമുക്ക് എത്തുന്നില്ല. പലപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ കാരണം പറഞ്ഞ് അത് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ചികിത്സാ സഹായം പൂർണ്ണമായും, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ, ഇതൊന്നും നമ്മുടെ നാട്ടിലെത്തിയിട്ടില്ല. കാരണം എത്താത്ത കാരണം എന്താണ്? രാഷ്ട്രീയം പറഞ്ഞത് മാറ്റിവെക്കുകയാണ്. അതല്ലല്ലോ, ഇന്നും ആയുഷ്മാൻ ഭാരതിൻ്റെ ചികിത്സാ രീതി ഏറ്റവും കുറഞ്ഞെത്തുന്നൊരു സംസ്ഥാനമാണ് കേരളം. നമ്മളിത് മനസ്സിലാക്കുന്നത് വെസ്റ്റ് ബംഗാൾ പോലെ ഈ NDA എതിർക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അതായത് സംസ്ഥാനങ്ങളുണ്ട് ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ. അവിടെയൊക്കെ ചികിത്സ എത്തുന്നുണ്ട്. ഇവിടെ എത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ എന്തിൻ്റെ പേര് പറഞ്ഞാലും രാഷ്ട്രീയമല്ല. ഇപ്പം എനിക്ക് ഒരാളെ സഹായിക്കാനായിട്ട് എൻ്റെ വിരോധിയാണ് തരുന്നതെങ്കിൽ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ആഹാരം കൊടുക്കരുതെന്ന് പറയുന്ന കൺസെപ്റ്റ് തെറ്റല്ലേ? അതല്ലല്ലോ. നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താണ് വേണ്ടത്? അതവിടെ എത്തുക എന്നുള്ളതാണ്. എത്താനായിട്ട് ആര് സഹായിച്ചാലും അത് നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പല ഉപകാരപ്രദമായ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും ഇവിടെ എത്തുന്നില്ല എന്ന് നമുക്ക് അറിയാം.
അതെല്ലാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതെങ്ങനെ ജനങ്ങളിൽ എത്തിക്കാം, എന്ത് തടസ്സമുണ്ടായാലും അതെങ്ങനെയൊക്കെ എത്തിക്കാമെന്നുള്ള ഒരു വലിയൊരു വികസന കാഴ്ചപ്പാടുകളും വളരെ ജനോപകാരപ്രദമായ കാര്യങ്ങളും കൊല്ലത്തിൻ്റെ വികസനങ്ങളും നടത്തേണ്ടത് എങ്ങനെയാണ്, നടത്തപ്പെടേണ്ടത് എങ്ങനെയാണ്, അതെല്ലാം ആലോചിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങളുടേക്ക് വോട്ട് അഭ്യർത്ഥനയുമായിട്ട് അദ്ദേഹം ഇറങ്ങുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിലും അദ്ദേഹം മുന്നോട്ട് പോകുന്നതിലും അദ്ദേഹത്തിന് എല്ലാവിധ വിജയ ആശംസകൾ നേരുന്നു. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.